നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. 2-3 ദിവസമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പൊക്കെ വലിയ താമസമില്ലാതെ വരുമല്ലോ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? എനിക്ക് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി ഇടതുപക്ഷം തന്നെ വരികയാണെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ നമ്മുടെ മുഖ്യമന്ത്രി KK ശൈലജ ടീച്ചറായിരിക്കും. സ്ത്രീയായ മുഖ്യമന്ത്രി. നമുക്കെന്ത് കാര്യങ്ങളും ചെന്ന് അടുത്ത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടും. സ്ത്രീകൾക്ക് വേണ്ട കൺസിഡറേഷൻ കിട്ടും. സൗമ്യമായ സ്വഭാവം, എല്ലാ കാര്യത്തിനും നൈപുണ്യം, അതാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ PPE കിറ്റിൻ്റെ ആ സ്കാമിലും ഒക്കെ അവർ അറിയപ്പെടാതെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളുടെ പുറത്തോ അതോ അപ്പോഴത്തെ ഒരു ഇമ്പൾസീവായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്തതോ ആയിരിക്കാം. അവരൊരിക്കലും അങ്ങനെ ഒരു കള്ളം ചെയ്യും അല്ലെങ്കിൽ ഒരു അഴിമതി ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതൊരു ഓപ്ഷൻ. മാഗ്സസെ അവാർഡ് പോലും അവർ നിരസിച്ചു പാർട്ടിക്ക് വേണ്ടി, അറിയാമല്ലോ. അപ്പോൾ ഉത്തമയായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തക കൂടെയാണ് അവർ. CPMൽ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഊഴം കോൺഗ്രസ്സിന് കൊടുക്കാം. കോൺഗ്രസ്സിൽ ഞാൻ കാണുന്നത് മുഖ്യമന്ത്രിയാകാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഉമാ തോമസ്. അവർ നല്ല കഴിവുള്ള സ്ത്രീയാണ്. അവർ വന്നാലും നമ്മൾ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പ്രയോജനപ്പെടും. അവരോട് നമുക്ക് അടുത്ത് സംസാരിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ലേഡി. അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ പ്രതീകമായ ആക്റ്റീവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വയസ്സായവരൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ. അവർക്ക് അധികാരമോഹം ഉണ്ടാവും. രാജാവാൻ മോഹമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അവരെ നമുക്ക് മാറ്റി നിർത്താം. അവരെ കൊണ്ട് ഇനി വലിയ കഴിവുകളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വലിയ പുരോഗമനപരമായ ആശയങ്ങൾ അവരിലുണ്ടാവും എന്ന് തോന്നുന്നില്ല, അല്ലേ? ഇനി ഒരു പക്ഷേ BJP ആണ് വന്നതെങ്കിലോ? BJP വരാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ 2 പേർ നമ്മുടെ സംസ്ഥാന മന്ത്രിയാകാൻ പ്രാപ്തരാണ്. അതിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിനാണ്. ടെക്നോക്രാറ്റാണ്, ബിസിനസ്മാനാണ്. വിവേകപൂർവ്വം എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എങ്ങനെയാകണം, വിദ്യാഭ്യാസം എങ്ങനെയാകണം, യുവാക്കൾക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കണം, സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ള ആശയമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം അധികം സംസാരിക്കണമെന്നില്ല, പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ BJPയുടെ ഒരു ഓപ്ഷൻ. ഇനിയുമുണ്ട് BJPക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വയ്ക്കുന്ന, നന്നായിട്ട് പ്രസംഗിക്കുന്ന, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ധീരയായ വനിത ശോഭ സുരേന്ദ്രൻ. അവരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹയാണ്. പക്ഷേ ശോഭയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ വിവേകത്തിനേക്കാൾ കൂടുതൽ വികാരപരമായിട്ട് സംസാരിക്കും. പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് എടുത്തടിച്ചതുപോലെ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ അവർ എടുത്ത് അടിച്ചതുപോലെ സംസാരിക്കും. അപ്പം അങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടത്. അവിടെ വരുമ്പോൾ കുറച്ച് മുൻതൂക്കം, ത്രാസ് കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. 3 ഓപ്ഷൻസ് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് 2 ദിവസം ഇനി അവധിയല്ലേ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് രാഷ്ട്രീയം മറന്ന് ചിന്തിക്കാം. നമ്മുടെ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം? നമുക്കറിയാം, ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങളനുസരിച്ച് ഇനി അമേരിക്കയിലോട്ടുള്ള യാത്രയൊന്നും നമ്മൾ സ്വപ്നം കാണണ്ട, അല്ലേ? യൂറോപ്യൻ കൺട്രീസും വളരെയധികം റെസ്ട്രിക്ഷൻസ് വെച്ചു. ഇനി ഗൾഫ് കൺട്രീസിൽ അതവർ എല്ലാം കൺജസ്റ്റഡ് ആകുമ്പോൾ അവിടെയും നമ്മുടെ സാധ്യതകൾ കുറയും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ യുവാക്കൾക്ക് ജോലി കിട്ടണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസം ഇങ്ങനെ പോയാൽ മതിയോ? അപ്പോൾ അതിന് പറ്റുന്ന ഒരു മുഖ്യമന്ത്രി, അതുപോലെയുള്ള മന്ത്രിമാർ, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ 2 ദിവസം, വിഷുവിൻ്റെ ദിവസം നിങ്ങൾ ആഘോഷിക്കും, ഞായറാഴ്ച വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ പേരിൽ തർക്കങ്ങളൊന്നും വേണ്ട കേട്ടോ. നമസ്കാരം.